അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ ആരും തട്ടിമാറ്റി പോകണ്ട, നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും കേട്ടോ. കാരണം ഞാനിപ്പോൾ ഉള്ളത് ഒരു ടെറസിൻ്റെ മുകളിലാണ്. ഇതൊരു വാട്ടർ ടാങ്കിയാണ്. നല്ല ചൂട് തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ചില സ്ഥലത്ത് ചൂട് കൊണ്ട് റൂമിലേക്ക് വരുമ്പോൾ കുളിക്കാനൊന്നും പറ്റൂല. അതുപോലെ തന്നെ ഇതൊരു കടയിലേക്ക് കൊടുത്തതാണ് കേട്ടോ. കടയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടേൻ്റെ കോഫി ഷോപ്പിലേക്ക് പോകുന്ന ടാങ്കിയാണ്. ഈ ചൂട് കൊണ്ട് അവിടത്തേക്ക് വെള്ളം എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്തിട്ട് ചൂട് വെള്ളമാണ് അവിടെ എത്തുന്നത്. അപ്പോൾ ആ ചൂട് വെള്ളത്തെ താൽക്കാലികമായിട്ട് എങ്ങനെ തണുപ്പിക്കുക, അതുപോലെ തന്നെ പ്രവാസികൾക്കും ഇത് ഒരുപാട് ഉപകാരപ്പെടും. കാരണം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇതുള്ളത് ഇതിൻ്റെ മേലെ ഒരു ടെറസ് ഉണ്ട്, ഷീറ്റിട്ട സ്ഥലമാണ്. ഇത് താഴലാണ്. അപ്പം ഞാൻ ഇവിടെ എന്താക്കി, അവർ പറഞ്ഞിങ്ങനെ തണുക്കണം കുറച്ച് വെള്ളം, അതിനെന്താ വഴി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അവർക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ. ഒരു സ്റ്റോക്കേജ് ടാങ്ക് മേടിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ ടാങ്കിന് ഞാൻ കൊടുത്തത് ഒരു ഫിൽറ്റർ കൊടുത്തിട്ട് ആ ടാങ്കിലേക്ക് കണക്ഷൻ ചെയ്തതാണ് കേട്ടോ. അറേഞ്ചാണ് അതിൻ്റെ ഇന്നും ഔട്ടും വരുന്നത്. അറേഞ്ചാണ്, ഔട്ടും അറേഞ്ചാണ് വരുന്നത്. അങ്ങനെ എന്താക്കി താൽക്കാലികം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടാങ്കിലേക്ക് വന്നിട്ട് വെള്ളം സ്റ്റോക്ക് ചെയ്തതിന് ശേഷം പിന്നെ അത് കടയിലേക്ക് ആ വെള്ളം അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. കടയിലേക്ക് പോകുന്നതാണ്. ആദ്യം ഒന്നിച്ചുണ്ടായി, അപ്പോൾ അത് മാറ്റി കൊടുത്തു. അപ്പോൾ താൽക്കാലികമായിട്ട് ചൂടിനൊരു ആശ്വാസമാവും. ഇതുപോലെ ആരെങ്കിലും പ്രവാസികളൊക്കെ ഒരുപാട് പേര് ഉച്ചക്കൊക്കെ വന്ന് കുളിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ റൂമിലേക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ബാത്റൂമിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ കിച്ചണിലോ അല്ലെങ്കിൽ നിങ്ങളെ റൂമിൻ്റെ അടുത്ത് AC ഉള്ള സ്ഥലത്തൊക്കെ ഇതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് ഇതിന് പൈപ്പ് ലൈൻ കൊടുത്താൽ ഈ ചൂട് സമയത്തൊക്കെ നല്ല ഒരു മീഡിയം തണുപ്പിലുള്ള വെള്ളത്തിൽ നമുക്ക് കുളിക്കാൻ പറ്റും ഏത് സമയത്ത് വന്നാലും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ.